ഹലോ, പോക്കോയും റിയൽമി നല്ല അടി ഉണ്ടാക്കാനുള്ള പരിപാടിക്കാണ്. ഈ വരുന്ന മെയ് 23 അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന രണ്ട് ഫോൺസ്. പോക്കോയുടെ ഭാഗത്തുനിന്ന് പോക്കോയുടെ F6ഉം റിയൽമിയുടെ ഭാഗത്തുനിന്ന് ഒരു GT ലൈനപ്പിലെ ഒരു ഡിവൈസാണ് റിയൽമി GT60. ഇപ്പോഴത്തെ പ്രൈസിങ്, അതായത് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കമ്മിങ് സൂൺ ആയിട്ടാണ് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ആ സമയത്തുള്ള പ്രൈസിങ് നമുക്ക് കാണുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന രീതിയിലാണ്. 25,990 രൂപയ്ക്കും 26,990 രൂപയ്ക്കും എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ കുറച്ച് പേർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം ബാങ്കുകളുടെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്നൊന്നുമില്ല. അപ്പോൾ ഈ രണ്ട് ഫോണിൻ്റെയും പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് 30,000 മുതൽ 50,000 വരെ ആ ഒരു റേഞ്ചിനകത്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു 30,000 മുതൽ 50,000 രൂപ ഉണ്ട്. അത് ഏതിൽ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രണ്ട് ഡിവൈസിൽ ഏത് നോക്കാം. കാരണം അടിപൊളിയാണ്. പോക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പെർഫോമൻസ് ഫോണാണ്. മെയിനായിട്ടും പെർഫോമൻസ് ആണ് അവർ പുഷ് ചെയ്യുക. പോക്കോ ഇറങ്ങിയ സമയത്ത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് കില്ലറായിട്ടുള്ള പോക്കോ F1 എന്ന് പറഞ്ഞൊരു ഡിവൈസ്, പോക്കോ ഫോൺ F1 എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് നിങ്ങൾ അറിയാമായിരിക്കും. ചിലർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, അറിയാം. അതിൻ്റെ പെർഫോമൻസ് ഇപ്പോഴും ജിലാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റായിട്ട് വരുന്ന ആദ്യത്തെ പോക്കോ ഡിവൈസാണ്. ആ ഡിവൈസ് വന്നപ്പോൾ പോക്കോ ഉണ്ടാക്കിയോളം ചില്ലറയില്ല. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിവൈസസും ഉടായിപ്പായിരുന്നു. അപ്പോൾ എങ്കിലും ഇപ്പോഴത്തെ ആ ഒരു F1ഉം F6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റൈല് തിരിച്ചു വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു F6ൽ ഒരു പുതിയ ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്, സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3. പെട്ടെന്ന് കേൾക്കുമ്പോൾ, അതായത് ഈ ഒരു സ്പെക്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ 8 Gen 3 ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇത് 8 Gen 3 ആയിട്ട് ഒരു മാച്ചും ഇല്ല. അതായത് 8 Gen 3യിലെ കുറച്ച് സംഭവങ്ങൾ ഈ ഒരു ചിപ്പിലുണ്ട്. ഈ ഒരു പുതിയ ചിപ്പിനകത്ത് അത് ഡൗൺ ഗ്രേഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ വർത്തമാനമൊന്നും പറയാനില്ല. ഈ ഒരു 8S Gen 3 എന്ന് പറയുന്നത് ഒരു 7 സീരീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പേര് 8S Gen 3 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ആ ഒരു റിയൽമിയുടെ GT60യിലേക്ക് വരാം. റിയൽമി GT60 കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. റിയൽമിയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് വരുന്ന ഡിവൈസസ് ആണ്. പക്ഷേ ഈ ഒരു ഡിവൈസ് 60 എന്ന് പറയുന്നതൊരു മിഡ് റേഞ്ച് സെഗ്മെൻ്റ് ആണ്. അതായത് ഇതിന് 6 പ്രോയും 6 ഒക്കെയാണ് ഇതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് റേഞ്ച് ആയിട്ട് വരിക. അത് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല, വരുമായിരിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 60 ഒരു മിഡ് റേഞ്ച് കില്ലറാണ്. ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ മറ്റേ ഈ ഇടയ്ക്ക് ഇറങ്ങിയ 7+ Gen 3 എന്ന് പറഞ്ഞൊരു ചിപ്പാണ്. അപ്പോൾ ഇനി പെർഫോമൻസ്, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു 8S Gen 3 7 സീരീസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു 7+ Gen 3 അതിലും അടിപൊളി ആയിരിക്കില്ലേ എന്നാണ്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. 8S Gen 3 ഒരു ഓവർക്ലോക്ക്ഡ് വെർഷൻ ഓഫ് 7+ Gen 3 ആണ്. 7+ Gen 3-നേക്കാളും പെർഫോമൻസ് 8S Gen 3 ഉണ്ട് ചെറിയ രീതിയിൽ. പിന്നെ ഈ ഒരു 8S Gen 3യുടെ അഡ്വാൻറ്റേജ് വേറെ ഒന്നുമില്ല, ത്രോട്ടിലും കുറവാണ്. നിങ്ങൾക്ക് ഈ ഒരു പിക്ക് കാണാൻ പറ്റും, നല്ല രീതിയിൽ ത്രോട്ടിലും കുറവാണ്. അതായത് സസ്റ്റെയിൻ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വരിക. അതും ഈ ഒരു 8 Gen 2 8 Gen 3 ആയിട്ടൊക്കെ കമ്പാരിസൺ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 8 Gen 2 നല്ല രീതിയിൽ ത്രോട്ടിൽ ചെറിയ രീതിയിൽ ആ ഒരു ഇക്വപ്പും വരുന്നുണ്ട്. 8 Gen 3യുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും ചെറുതായിട്ട് ഒരു വേരിയേഷൻ വരുന്നുണ്ട്. പക്ഷേ 8S Gen 3യിലേക്ക് വരുമ്പോൾ ആ ഒരു എന്താ പറയുക, അധികം വേരിയേഷൻസ് ഒന്നും ഇല്ല. അത്യാവശ്യം സ്ട്രേറ്റ് പോലെ ഇരിക്കും, പക്ഷേ സ്ട്രേറ്റ് അല്ല. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 7+ Gen 3യുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ചിപ്പ് ആദ്യം കുറച്ച് നേരം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, പിന്നെ അങ്ങ് ഇരിക്കുകയാണ്. ഓക്കെ, ഇരുന്നങ്ങ് പോകുന്ന ഒരു എഫക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ലോക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സറിൻ്റെയും ആ ഒരു എന്താ പറയുക യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ 7+ Gen 3 ഉള്ള ആ ഒരു റിയൽമി GT60 നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം പെട്ടെന്ന് നല്ല ഫീലിംഗ് ഒക്കെ ആയിരിക്കും. ഗെയിം കളിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഫീലിംഗ് ഒക്കെ വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും. പിന്നെ ആ ഒരു ഡ്രോപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും ബാക്കിയുള്ള പെർഫോമൻസ് വരാം. ഓക്കെ, BGMI പോലത്തെ ഗെയിംസ് കളിക്കുമ്പോൾ ആദ്യം നല്ലൊരു പെർഫോമൻസ് ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഫീൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡ്രോപ്പ് ആവുന്ന പരിപാടി ഉണ്ടാവില്ല. ആ ഒരു ഡ്രോപ്പ് ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് തന്നെ അത് ലോക്ക് ചെയ്ത് പിടിച്ച് അങ്ങനെ പോകുന്ന പരിപാടിയാണ് ഈ ഒരു 7+ Gen 3യുടെ ആ ഒരു ശൈലി. ഇപ്പോൾ ഇനിയിപ്പോൾ 8S Gen 3യുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഉള്ള പെർഫോമൻസ് തന്നെ ലോക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ നേരം കുറേ ലോങ് ടൈം ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഈ ഗ്രാഫ് ചെരിഞ്ഞ് താഴേക്ക് വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. കാരണം ഈ 8S Gen 3 നല്ല രീതിയിൽ ഹോട്ടാവും. അതാണ് ഈ ഒരു ചിപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ 8S Gen 3 പവർഫുള്ളാണ്. അത്യാവശ്യം 41-ന് മുകളിലൊക്കെ ഇതിൻ്റെ ടെമ്പറേച്ചർ കയറുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ വരുമെന്ന് വെച്ചാൽ അത് മറ്റേ മാനുഫാക്ചറേഴ്സ് അവരുടെ ആ ഒരു ചിപ്പിനെ എന്താ പറയുക നല്ല രീതിയിൽ ഇൻസുലേഷൻ, അതായത് ഹീറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള ടെക്നോളജി ഒക്കെ ആഡ് ചെയ്ത് തന്നെ അത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ പോക്കോ ഈ ഒരു F6 ചെയ്തിട്ടുണ്ട്. അതായത് പേപ്പർ ചേമ്പറൊക്കെ വെച്ച് ആ പേരും പറഞ്ഞ അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ 8S Gen 3 എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ചിപ്പാണ്. പിന്നെ 7+ Gen 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പെർഫോമൻസ് ടിപ്പ് തന്നെയാണ്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോപ്പ് ആയി കഴിഞ്ഞിട്ട് ആ ഒരു പെർഫോമൻസ് ലോക്ക് ചെയ്ത് പിടിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചിപ്സെറ്റും ഡേ ടു ഡേ ടാസ്കിനൊക്കെ അടിപൊളിയാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഗെയിമിംഗ് ഒക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തോളും ഈ രണ്ട് ചിപ്പ്. ഇനി ബാക്കി സ്പെസിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൈസ് ഉണ്ട്, അതായത് 30,000 മുതൽ 50,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് വേണം, ഗെയിമിംഗ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ഫോൺ ചാടി നിൽക്കണം, പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ പോക്കോ F6 ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്തിരി പ്രീമിയം സൈഡ് നമ്മൾ OnePlusനെ പറ്റിയൊക്കെ പറയുന്ന ആ ഒരു എഫക്റ്റ്, അതായത് ബാറ്ററിയിൽ അടിപൊളി, ഡിസ്പ്ലേയിൽ അടിപൊളി, അതുപോലെ തന്നെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, അതായത് ഗോറില്ല ഗ്ലാസ് ഫിറ്റസ് 2 ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ നല്ല ക്യാമറ ഒപ്റ്റിമൈസേഷനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അങ്ങനത്തെ സംഭവങ്ങളല്ല. അതായത് പെർഫോമൻസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ റിയൽമി GT60 എടുക്കാം. കാരണം ഈ ഒരു റിയൽമി GT60 വരുന്ന OSനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, റിയൽമി UI ആണ്, കളർ OS തന്നെയാണ്. പക്ഷേ ഈ ഒരു ലേറ്റസ്റ്റ് വേർഷനിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡ് 14 ബേസിലുള്ള റിയൽമി UI 5.0 എന്ന് പറയുന്നത് കോപ്പി തന്നെയാണെങ്കിലും, കളറോസിൻ്റെ കോപ്പി ആണെങ്കിലും ചെറിയ രീതിയിൽ റിയൽമിയുടേതായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ആനിമേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു സ്നാപ്പിനെസ് ആയിക്കോട്ടെ, നൈസായിട്ട് ഈ റിയൽമി 5.0 വർക്കാവുന്നുണ്ട്. ബഗിൻ്റെ പരിപാടികൾ അധികം കുറവാണ്, പക്ഷേ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇപ്പം എല്ലാ ഫോണിലും വരുന്നുണ്ട്. അതിപ്പോൾ ബ്രാൻഡ്സിൻ്റെ ആയിട്ട് പറയാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ആ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. മിക്ക എല്ലാ കമ്പനീസിൻ്റെ ഇപ്പോൾ നത്തിങ്ങിൻ്റെ പോലും ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഡിസ്പ്ലേ പാനലിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. അത് ഫിക്സ് ചെയ്യാൻ ഓരോ കമ്പനികളും ബാധ്യസ്ഥരാണ്. ശരി, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ക്യാമറ, ബാറ്ററി, അതുപോലെ തന്നെ ഡിസ്പ്ലേ, പിന്നെ ഓവറോൾ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ്, ഒരു മിനി OnePlus എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിയൽമി GT60 നൈസായിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ പെർഫോമൻസിന് കുറച്ച് വിഷയം വരുന്നതാണ്. ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞുകൊണ്ട് പോക്കോ F6 ക്യാമറയിലും ബാക്കി കാര്യങ്ങളൊക്കെ മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ല. അപ്പം പോക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ആൻഡ്രോയിഡ് 14 വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും HyperOS ആണ് വരുന്നത്. ഞാൻ HyperOSൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു നോക്കിയാൽ മതി, ഇത് ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. HyperOS അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഡിവൈസസിൽ, അതായത് 20,000 രൂപ, ഒരു 30,000 താഴേക്ക് വരുന്ന ഡിവൈസസിലൊക്കെ ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊരു മാറ്റമില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ആ ഒരു ആനിമേഷനും ആ UIയുടെ ആ ഒരു സ്നാപ്പിനെസ്സും കാര്യങ്ങൾ നോക്കുമ്പോൾ HyperOS അടിപൊളിയാണ്. ഇനിയിപ്പം ആ ഒരു റിയൽമി UI തമ്മിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറമേ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ബാക്ക് എൻഡിൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. HyperOSൻ്റെ ഫാൻസ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ് ചെയ്തെങ്കിൽ ഇപ്പം MIUI ആയിരുന്നു നല്ലത്, HyperOS ആണോ നല്ലതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പറയാം. ഇനിയിപ്പം റിയൽമി UI 5.0 കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ ബഗ് ഉണ്ടെങ്കിൽ അത് പറയാം, എല്ലാം നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു സംഭവം ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം, ജസ്റ്റ് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ വേരിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പോക്കോ F6ൻ്റെ വേരിയൻസ് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു പ്രൈസിങ്ങിലും അതുപോലെ തന്നെ നല്ലൊരു സ്കീമിലുമാണ് വരുന്നത്. 8GB റാമിനും അതുപോലെ തന്നെ 256GB ആയിട്ടാണ് ഇൻ്റർണൽ സ്റ്റോറേജ് വരുന്നത് ബേസ് വേരിയൻറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് 12GB റാമും 256ഉം അതുപോലെ 12GB റാമും 512GB ഇൻ്റർണൽ മെമ്മറി ആയിട്ട് വരുന്നതാണ്. അപ്പം ഈ ഒരു ഒഫീഷ്യൽ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള പോക്കോ F6ൻ്റെ പ്രൈസ് വരാം 33,999 രൂപയാണ്. ഈ 256ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 35,999 രൂപയാണ്. ഇപ്പം 12GB 512 അതായത് ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 37,999 രൂപയാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിങ് പോക്കോ F6ൻ്റെ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു റിയൽമിയുടെ കാര്യത്തിലേക്ക് വരാം. റിയൽമിയുടെ ഒഫീഷ്യൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലാണ്. കാരണം ഇതൊരു മിനി OnePlus ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ OnePlusൻ്റെ ആ ഒരു മോട്ടോ തന്നെ ആ ഒരു പ്രീമിയംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ തന്നെ ഈ റിയൽമിയിലേക്കും കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രൈസും കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേരിയൻസ് ആയിട്ട് വരുന്നത് 8GB 128, 8GB 256, 12GB 256, 512 4 വേരിയൻസ് ആണ് വരിക. പോക്കോ F6ൽ 3 വേരിയൻസ്. ഇത് ബേസ് വേരിയൻറ്റ് എടുക്കാൻ പോകുന്നവരോട്, അതായത് അതിൻ്റെ പ്രൈസ് വരുന്നത് 30,999 രൂപയാണ്. മറ്റേ പോക്കോ F6നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് വിലക്കുറവാണ് ബേസ് വേരിയൻറ്റ്. പക്ഷേ ഇവിടെ നല്ല രീതിയിലൊരു പ്രശ്നമുള്ളത് ഇതിൻ്റെ UFS വേർഷനാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന UFS എന്ന് പറയുന്നത് UFS 3.0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ആ ഒരു 8GB 128GBക്കും അതുപോലെ തന്നെ 8GB 256GB നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം UFSൻ്റെ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഫോണിൻ്റെ സ്റ്റോറേജിനെ സ്വാധീനിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പം ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ഉദ്ദേശം. അപ്പം
UFS 4.0 ആണ് ബേസ് ആയിട്ട് പോക്കോ F6ൻ്റെ എല്ലാ വേരിയൻസിനും വരുന്നത്. അങ്ങനെയാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ OnePlus കാണിച്ച പോലെ UFS 4.0 എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുക, അതിനായിട്ട് 3.1 ആയിട്ട് ഷിപ്പ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമെന്ന് അറിയില്ല ഈ രണ്ട് ബ്രാൻഡ്സും. നമുക്ക് നോക്കാം. പിന്നെ ഈ റിയൽമി GT60യുടെ സെക്കൻഡ് വേരിയൻ്റ്, അതായത് 8GB 256GB പ്രൈസ് വരുന്നത് 32,990 രൂപയാണ്. പോക്കോ F6 അതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ്. പിന്നെ അടുത്ത വേരിയൻ്റ് ആയിട്ട് വരുന്നത് 12GB റാമും 256GB ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 35,990 രൂപയാണ് വരുന്നത്. ഈ ഒരു പ്രൈസിങ്ങിൻ്റെ സെയിം എമൗണ്ട് ആണ് പോക്കോ F6ൻ്റെ ബേസ് വേരിയൻ്റ് എടുക്കണമെങ്കിൽ നമുക്ക് വരുന്നത്. ഇനിയാണ് ഞാൻ ആ ഒരു പ്രൈസ് ഹൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഒരു അനാവശ്യമായിട്ടുള്ള പ്രൈസ് ഹൈക്കാണ് ഈ ഒരു ടോപ്പ് വേരിയൻറ്റ്, അതായത് റിയൽമി GT60യുടെ ആ ഒരു ടോപ്പ് വേരിയൻറ്റ് വന്നിട്ടുള്ളത്. 39,990 രൂപയാണ് ആ 12GB 512GBക്ക് വന്നിട്ടുള്ളത്. ഇനി അത് നമ്മുടെ പോക്കോ F6ൻ്റെ ആ ഒരു ടോപ്പ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസിങ് വരുന്നത് 37,990 രൂപയാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ OnePlusൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ് റിയൽമി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി പറയേണ്ട കാര്യമില്ല, OnePlus അവരുടെ പേരൻറ് കമ്പനി അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഒരു കാൽക്കുലേഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പ്രൈസിങ് വെച്ച് നോക്കുക കഴിയുമ്പോൾ ഒരു പെർഫോമൻസ് ഡിവൈസ് നിങ്ങൾക്ക് എടുക്കാം, അതായത് അത്യാവശ്യം ക്യാമറ, അതുപോലെ തന്നെ അത്യാവശ്യം ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പോക്കോ F6ൻ്റെ ഏത് വേരിയൻസ് എടുക്കാം, ബേസ് വേരിയൻ്റ് തൊട്ട് നിങ്ങൾക്ക് എടുക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അതായത് പെർഫോമൻസ് ഒരു എന്താ പറയുക ഗെയിമിംഗ് ഒന്നുമില്ല, പക്ഷേ ബാക്കി പരിപാടികളൊക്കെ, അതായത് ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യും, വീഡിയോ നല്ലോണം യൂസ് ചെയ്യും, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നെങ്കിൽ റിയൽമിയുടെ GT60 നൈസായിട്ട് എടുക്കാം. സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിസ്പ്ലേ സെറ്റപ്പുകളൊക്കെയാണ്. റിയൽമിയിൽ 6000, 2000, 3000 എന്നല്ല, 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിട്ടുള്ളത്. പോക്കോയിലേക്ക് വരുമ്പോൾ അത് 2400 നിറ്റ്സ്. പിന്നെ അതിൻ്റെ റിയൽമിയുടെ ഡിസ്പ്ലേ ടെക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണ്. 1 ബില്യൺ കളർ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ HDR 10% വരെ HDR ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 6000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസിനെ പറ്റി നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു ഡിവൈസിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് ആണ്. ഇതിൻ്റെ ഇതായിട്ട് വരുമ്പോൾ, അതായത് നല്ല അത്യാവശ്യം വെയിലത്തൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മാക്സിമം വരുന്നത് 1600 നിറ്റ്സ് ആണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ്, അതായത് അഡീഷണൽ ആയിട്ടുള്ള വെട്ടവും കാര്യങ്ങളൊക്കെ ആ ഒരു ഫോണിൽ അടിക്കുമ്പോൾ 6000 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് ആക്കുന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അത്രമാത്രം വെട്ടത്തിൻ്റെ അടിയിലിരുന്ന് ആരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ടെസ്റ്റുകളൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് അളക്കുന്നത് ആ ഒരു ക്യാമറയുടെ അവിടെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലൈറ്റ് കൊണ്ടുവയ്ക്കുമ്പോൾ ഡിസ്പ്ലേ മൊത്തം കത്തും. അതാണ് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 6000 നിറ്റ്സ് വരെ എത്തിക്കാനുള്ള ലൈറ്റിൻ്റെ അടിയിൽ പോയിരുന്ന് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല എന്നാണ്. ഇനിയിപ്പം വേറൊരു ട്വിസ്റ്റും കൂടി ഉള്ളത്, OnePlus ഇതുപോലെ തന്നെ 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത്. OnePlusൻ്റെ 11 എങ്ങാണ്ട്. എന്നിട്ട് മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് കിട്ടുന്നത് 1600-നും അതുപോലെ 2000 അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വാല്യൂവാണ്. അപ്പം 3000 എവിടെ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 6000 എന്ന് പറഞ്ഞ ഈ ഒരു കണക്കും ഏകദേശം അതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല പോക്കോയുടെ ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ടുള്ള 2400 നിറ്റ്സ് വരെയെങ്കിലും ഈ ഒരു റിയൽമി എത്തിക്കുമെന്ന്. നമുക്ക് എന്തായാലും ഇതിൽ ഓവറോൾ ആയിട്ട് ടെസ്റ്റിങ് കാര്യങ്ങളും കണ്ടാലുള്ളൂ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുവരെ നമുക്കൊന്നും മിണ്ടണ്ട. ഇപ്പോൾ 6000 നിറ്റ്സ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കാം, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഇനി 6000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ കണ്ടിട്ട് നിങ്ങളിത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മൂഞ്ചും. കാരണം അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നൈസായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, അടിപൊളിയായതാണ്. അപ്പം പെർഫോമൻസ് ആണെങ്കിൽ പോക്കോ, ബാക്കിയൊക്കെ ഏകദേശം ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നോക്കുകയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിയൽമി GT60 അടിപൊളിയായിട്ട് എടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ.